ഹലോ എവരിവൻ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരാച്ചാർ കെ.ആർ. മീരയുടെ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിലൊന്നാണ്. കൊൽക്കത്തയുടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു പരമ്പരാഗത ആരാച്ചാർ കുടുംബത്തിന്റെ കഥ, പ്രത്യേകിച്ച് ചേതന ഗൃദ്ധാ മല്ലിക് എന്ന യുവതിയുടെ ജീവിതം ഈ നോവൽ അതിതീവ്രമായി അവതരിപ്പിക്കുന്നു. കുടുംബവും സാഹചര്യങ്ങളും. നോവൽ ആരംഭിക്കുന്നത് ചേതന ഗൃദ്ധാ മല്ലിക് എന്ന യുവതിയെയും അവളുടെ കുടുംബത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കൊൽക്കത്തയിലെ ഒരു ആരാച്ചാർ കുടുംബത്തിലെ ഏറ്റവും പുതിയ തലമുറക്കാരിയാണ് ചേതന. അവളുടെ മുത്തച്ഛനായ കൃഷ്ണാന്ത മല്ലിക്കും അച്ഛൻ ഗോവിന്ദ മല്ലിക്കും ആരാച്ചാർമാരായിരുന്നവരാണ്. ഒരു കാലത്ത് സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഈ തൊഴിൽ പിന്നീട് വെറുക്കപ്പെട്ട ഒന്നായി മാറുന്നു. കൊൽക്കത്തയിലെ ഒരു പഴയ ഹവേലിയിൽ ആരാച്ചാരുടെ ഉപകരണങ്ങൾക്കിടയിൽ കാലത്തിന്റെ ഭാരം പേറി ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ചേതനയുടെ അച്ഛൻ ഗോവിന്ദ മല്ലിക് ഈ തൊഴിൽ ഉപേക്ഷിച്ച് സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആരാച്ചാർ പാരമ്പര്യം അവരെ പിന്തുടരുകയായിരുന്നു. ഈ തൊഴിൽ കാരണം കുടുംബം നേരിടുന്ന ഒറ്റപ്പെടലും സാമൂഹികമായ വിവേചനങ്ങളും നോവലിൽ വ്യക്തമായി വരച്ചുകാട്ടുന്നുണ്ട്. ചേതന ഒരു ആരാച്ചാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് വിദ്യാഭ്യാസം നേടാനും സ്വന്തമായി ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സ്വപ്നങ്ങളുണ്ട്. സമൂഹത്തിലെ മറ്റുള്ളവരെപ്പോലെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ അവൾ കൊതിക്കുന്നു. എന്നാൽ കുടുംബത്തിന്റെ തൊഴിൽ അവളെ ഒരു കെട്ടുപാടായി പിന്തുടരുന്നു. ആരാച്ചാരുടെ മകൾ എന്ന വിളിപ്പേര് അവൾക്ക് എല്ലായിടത്തും ഒരു ഭാരമായി മാറുന്നു. തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുമ്പോഴും കുടുംബത്തിന്റെ പാരമ്പര്യം അവളെ പിന്നോട്ട് വലിക്കുന്നു. നോവലിലെ നിർണായകമായ വഴിത്തിരിവ് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവായ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരാളെ തൂക്കിലേറ്റാൻ ചേതനയെ ചുമതലപ്പെടുത്തുന്നതോടെയാണ്. രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണിത്. ഈ ദൗത്യം ഏറ്റെടുക്കാൻ മറ്റൊരു ആരാച്ചാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ചേതനയെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. ഇത് അവളുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ ഘട്ടമായി മാറുന്നു. ഫാസിസ്റ്റ് നേതാവിനെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ട സാഹചര്യത്തിൽ കൊൽക്കത്തയുടെ തെരുവുകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ആളുകൾ പ്രതിഷേധിക്കുകയും ആരാച്ചാർമാരെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ആരാച്ചാർ എന്ന നിലയിലുള്ള തന്റെ ദൗത്യം ചേതനയിൽ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ജീവൻ എടുക്കുക എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന ചിന്ത അവളെ നിരന്തരം അലട്ടുന്നു. തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം, സാമൂഹികമായ സമ്മർദ്ദങ്ങൾ, വ്യക്തിപരമായ ആഗ്രഹങ്ങൾ എന്നിവയ്ക്കിടയിൽ അവൾ ഉഴലുന്നു. ആരാച്ചാർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിൽ അവൾക്ക് ഭയവും വെറുപ്പുമുണ്ട്. താൻ ഒരു ആരാച്ചാരാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ കാമുകനായ ബികാഷ് പോലും തന്നെ ഒറ്റപ്പെടുത്തുമോ എന്ന് അവൾ ഭയപ്പെടുന്നു. ഈ സംഘർഷങ്ങൾക്കിടയിൽ അവൾ പലപ്പോഴും